ചന്തി പോയതാ? ആ, ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ. എന്താ വിശേഷം വല്ലതുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ പറയണോ? അല്ലേ, എന്നോട് കരുതിക്കാൻ ഞാൻ എന്തോ ചെയ്തു? അവിടെ വന്ന് എണ്ണയും പിണ്ണാക്കും മോട്ടിച്ചോ? നീ ഇങ്ങ് വാ, ഞാനേ നല്ല പ്ലാവിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രണ്ടിടത്ത് എന്നിച്ചു പോ. വാ. എനിക്ക് വേണ്ട. ചെറിയ ചേട്ടിയാരേ, നിന്റെ കനകൻ ചേട്ടനെ ഞാൻ അന്വേഷിച്ചു പറയണം കേട്ടോ. കനകൻ ചേട്ടനെ അന്വേഷിക്കാനേ അവിടെ കസ്തൂരി ചേച്ചി ഉണ്ട്. വന്നോ? എടാ അവിടെ നിന്നേ. നേരാണോ നീ പറയുന്നേ? ഞാൻ എന്തിനു കള്ളം പറയണം? കനകൻ ചേട്ടനെ ഇപ്പൊ പഴയ ആളൊന്നും അല്ല, ആളാകെ മാറി. എന്തായിട്ടത്? ഏയ് ഒന്നുമില്ല. ഞാൻ ചോദിച്ചുതരാം. പോകല കഴിഞ്ഞു കേട്ടോ. ചന്തേന്ന് വാങ്ങിച്ചോളൂ. കസ്തൂരിക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കണം. എന്തോ വേണമെന്ന് അവള് കനകനോട് പറയുന്ന കേട്ടു. ആ, രണ്ടാളും കൂടെ ചന്തയിൽ പോയി സർക്കിട്ട് അടിക്കട്ടെ. അവർക്ക് തന്നെ നോക്കി കൊണ്ടൊക്കെ മേടിക്കാലോ. അവിടെ തന്നെ കനക വേണ്ട. ആ പെട്ടിണ്ടാക്കല ഞാൻ. എന്തിനാച്ചാ? കൂടുതൽ കാര്യമൊന്നും തിരക്കണ്ട, നീ വരാല്ലേ പറഞ്ഞേ. ഇന്ന് മുതൽ നീ കടയിരുന്നാ മതി. എന്നാ പടി വാങ്ങടാ. ഇനിയും മുതൽ നീ ചക്കാട്ടിക്കോ. ഈ വേഷമൊക്കെ ഒന്ന് മാറ്റ. കയ്യിലും മിനിനും മതി. എന്നെ കൊണ്ട് പറ്റില്ല. ഇത്രയും കാലം ഞാനല്ലേ പീടി നോക്കിയത്. പിന്നെ ഇപ്പൊ എന്താ? തർക്കിക്കണ്ട, പറയുന്നങ്ങോട്ട് അനുസരിച്ചാ മതി. എനിക്കാവില്ല ചാണകത്തിലും ചെളിയിലൊക്കെ. എന്താ പറഞ്ഞ? ഈ ചാണകത്തിലും ചെളിയിലും ചവിട്ടി നടന്നിട്ടാ നിന്നെയൊക്കെ ഇത്ര തീച്ചു പോറ്റത്. അടിച്ച് കണ്ണു മൂക്ക് ഒന്നാക്കി ഞാൻ. അച്ഛ വേണ്ട, അവൻ തന്നെ പൊയ്ക്കോട്ടെ. അത് അവന്റെ കയ്യിൽ കൊടുക്കൂ. എനിക്കും ചക്കാട്ടുന്ന ഇഷ്ടം. പറ്റില്ല. ചാണകത്തിലും ചെളിയുടെ മണം ഇവനൊന്ന് അറിയട്ടെ. മോളെ, അവന് നല്ല ഷർട്ടും മുണ്ടൊക്കെ എടുത്തു കൊടുക്കുക. അച്ഛൻ ചെയ്തത് നന്നായി. കനകനെ പിടിയിലിരുത്താന്ന് മുമ്പ് ഒരിക്കലും അച്ഛന് തോന്നിയിരുന്നില്ല. നടരാജന് പ്രയാസമുണ്ട്. ഇസ്ത്രി ഇട്ട് ഉടുപ്പ് ഇട്ട് സെന്റും പൂശി കാലിലെടുത്ത് പോകാൻ പറ്റില്ലല്ലോ. അടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അത് നിന്നെ പോലെ അല്ല, ബുദ്ധിയുള്ളതാ, നടന്നോളും. ഗോവിന്ദേട്ടാ, എന്റെ ബ്ലൗസ് കുറച്ചൊന്ന് ടൈറ്റ് ആക്കണം. നീ അല്ലേ ഇതിനിടയ്ക്ക് ഒരു ബ്ലൗസ് ലൂസാക്കി കൊണ്ടുപോയത്? അതേ ബ്ലൗസ് തന്നെ ഇത്. ഞാനിപ്പോ കുറച്ചു മെലിഞ്ഞു. അത് കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. ഈ ഗോവിന്ദേട്ടൻ ഇവിടെ ആരും ഇല്ലേ? അല്ല, നടരാജൻ ചേട്ടനെ എവിടെ? എനക്കെന്താ വേണ്ടേ? ഓ, എന്താ ഇത്? കുറച്ചുകൂടി മയത്തിന് ചോദിച്ചൂടെ? ഓ, 1 കിലോ പിണ്ണാക്കും 1/2 ലിറ്റർ എണ്ണയും. 45 രൂപ. കാശ് പിന്നെ തരാം. കടത്തിന്റെ ഏർപ്പാടുകൂടില്ല, കാശുള്ളത് വാങ്ങിച്ചാൽ മതി. ഓ, ഞാൻ നാട് വിട്ടു പോകുന്നൊന്നുമില്ല. കടയടച്ചു പോകുമ്പം നിന്ന് കൊടുങ്ങാണ്ട് പോ.
പാലില്ല, കട്ടൻ ചായ. കൊണ്ടുപോ, എനിക്ക് വേണ്ട. കൊണ്ടുപോടാ. എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? ചക്കാട്ടൻ വാങ്ങി വേണ്ട, ഞാൻ പറയാം അച്ഛനോട്. എടാ കൊണ്ടുപോകാൻ പറഞ്ഞത്. അവന്റെ അച്ഛൻ. എന്താടാ? എന്റെ ലീല ലീലൊക്കെ എന്ത് പറ്റി? അവള് പോയി. എങ്ങനെയായിരുന്നു? അവള് ചത്തല്ല, എക്സൈസുകാര് പൊക്കിയതാ. 5 ലിറ്റർ ചാരായി അവര് പിടിച്ചു. എന്നാലും കാശ് കൊടുത്ത കേസ് എടുക്കില്ല എന്ന് പറഞ്ഞ 5000 രൂപ അവര് ചോദിച്ചു. ഞാനത് പറഞ്ഞ് 3000 ഒതുക്കിയിട്ടുണ്ട്. നോക്കിയേ, വേണം. ഞാൻ ഇവിടെ തരാനാ എന്റെ ഒറ്റ പൈസ. അതൊന്നും എനിക്കറിയണ്ട. 3000 രൂപ എനിക്ക് ഇപ്പൊ കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിൽ ലീല ജയിലിൽ കയറും. എനിക്ക് അവളെ വിടിച്ചേ പറ്റൂ. ഞാൻ എന്ത് ചെയ്യാനാ? ഏട്ടനായില്ല കാശ്. അത് കൊള്ളാം. അപ്പൊ അവനോട് ചോദിച്ചാ പോരെ? ഇത് നിന്റെ കൂടി കാശല്ലേ? ചോദിച്ചു മേടിക്ക്. ഞാനിപ്പോ വരാം. അച്ഛൻ ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയും? അച്ഛൻ ചോദിക്കുമ്പോഴേ നീ ഇങ്ങനെ കുന്തം വിരിഞ്ഞ പോലെ നിന്നാ മതി. ആടാ, അതെ, എനിക്ക് കുറച്ച് പണം വേണം. എന്തിനാ? അതേട്ടൻ അറിയണ്ട. ഒരു 3000 രൂപയുടെ ആവശ്യമുണ്ട്. 3000 രൂപയെ? ഇത്രയും രൂപയുടെ ആവശ്യം എന്താ നിനക്ക്? ഒരു വായ്പ തിരിച്ചു കൊടുക്കാനാ. നീ എന്തിനാ വായ്പ വാങ്ങിയേ? ഏട്ടൻ കാശും കിടക്ക്, എനിക്ക് പോണം. ഞാൻ നിനക്ക് ഒറ്റ പൈസ തരത്തില്ല ഇവിടുന്ന്. വേണമെങ്കിൽ അച്ഛൻ ചോദിക്കും. അച്ഛൻ അറിഞ്ഞോണ്ടാണോ എല്ലാ കാര്യം ചെയ്തിരുന്നേ? അല്ലല്ലോ, പിന്നെ എപ്പോഴും എന്തൊരു അച്ഛൻ. നിനക്കെന്താ ഇവിടെ കാര്യം? കാര്യം ഉള്ളോണ്ട് തന്നെ വന്നത്. മര്യാദക്ക് നടരാജൻ ചോദിച്ച കാശ് കൊടുക്കേണ്ട കനക. ഈ ചെറ്റയും കൂട്ടി കാശ് പിടിപ്പിക്കാൻ വന്നിരിക്കുകയാണോ നീ? ഇറങ്ങാ. അതെ, ഇത് എന്റെ കൂടെ കടയാ. എനിക്കൂടെ അവകാശപ്പെട്ട പണം ഈ പെട്ടിയില്. ഞാൻ കുറച്ച് പണം ചോദിച്ചപ്പോ തരില്ലാന്ന്. ഇവന് സ്ത്രീധനം കിട്ടിയതാണോ ഈ കട? പിന്നെ ഞാനിവിടെ ആരുടെ ഓശാർത്തി വന്നൊന്നല്ല. എനിക്കിവിടെ അവകാശം ഉള്ളതുകൊണ്ടാ. നിനക്ക് എന്താ പണത്തിൽ പോയിന്റെ ആവശ്യം? അതോ പറയുന്നില്ലല്ലോ. എന്റെ ലീലൻ എക്സൈസുകാര് പൊക്കി. അവളെ വിടിയിക്കാനാ. ഇതിനായിരുന്നു ഇത്ര പരവേശം അല്ലേ? കള്ളമാറ്റം നടത്തിയ എക്സൈസുകാർ പിടിക്കൂലേ? അതല്ല അവരെ ജോലി. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം. ലീല എക്സൈസുകാർ പിടിച്ചാൽ നിനക്കെന്താ? നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്ക്. പറ. നമ്മൾ ഇനിയും കാണും. ഓടാ. ഈ നാരായണൻകുട്ടി ഉണ്ടല്ലോ, ഒരു ചൊറ കേസാ. ഇത് ഒഴിവാക്കുന്നത് നടരാജന് നന്ന്. ഏട്ടനും അനിയനും തമ്മിൽ അടിപിടിന്ന് കേട്ടാ ആളുകൾ ചിരിക്കില്ലേ? എന്നെയും കുറ്റം പറയും. ഞാൻ അങ്ങോട്ട് വഴക്കിനൊന്നും പോയതല്ല. അവൻ വന്ന് പഴയ പോലെ തന്നെ മതി. പീടികയില് നടരാജൻ ഇരുന്നോട്ടെ, അവനിഷ്ടം അതാ. അവിടെ ഇരിക്കാൻ തുടങ്ങിയപ്പോ എനിക്കും അതങ്ങ് ഇഷ്ടമായി. പണപ്പെട്ടി അടുത്ത് അങ്ങനെ ഇരിക്കുമ്പോ എന്താ ഒരു ഗമ. ഏട്ടാ, ഏട്ടൻ ഇവിടെ ചക്കാട്ടിയ മതി. ഇവിടെ ആവുമ്പോ എനിക്ക് എപ്പോഴും കാണുകയും ചെയ്യാലോ. നല്ല കാര്യായി. അച്ഛനോട് പറഞ്ഞാൽ ഓടിച്ചു വിടും. അവന് ചക്കാട്ടിയാലെന്താ കുറച്ചില്ല? ഞാൻ കുറെ കാലം ചെയ്തതല്ലേ, ഇനി അവൻ ചെയ്യാൻ. ജഡ്ജിയുടെ വീട്ടിൽ മോഷണം, പോലീസുകാരനെ അറസ്റ്റ് ചെയ്തു. ഗോവിന്ദേട്ടൻ നേരത്തെ വന്നോ? നീ വൈകിയതാ. എന്തു പറ്റി? നേരം വെളുത്ത് രണ്ടാളും അറിഞ്ഞില്ലേ? ഏയ്, എഴുന്നേൽക്കാനൊന്നും വൈകിയതല്ല. ഇറങ്ങാൻ നേരത്തെ 2-3 ആൾക്കാർ വന്നത്. യമുനയ്ക്ക് ഒരാലോചന. അവള് ചെറിയ കുട്ടിയല്ലേ? വയസ്സ് 18ആയി. എവിടുന്നാ? കുറച്ച് തെക്കുന്ന. ചെറുക്കന് പഠിപ്പുണ്ട്. അത് നന്നായി. ഉറപ്പിച്ചോ? ചെറുക്കന് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെടണ്ടേ? ഞായറാഴ്ച വരും അവര്. കണ്ടാൽ ആരാ ഓളെ ഇഷ്ടപ്പെടാണ്ടിരിക്കുക? ഓക്ക് ചെക്കൻ ഇഷ്ടപ്പെട്ടോ നോക്കിയാ മതി. കമലേ, അവരെത്തി. അതേക്ക് വരാം. അവിടെ
ഒരുക്കം കഴിഞ്ഞില്ലേ? ദേ അച്ഛൻ വിളിക്കുന്നു. ഒരു പൊട്ടും കൂടി. ആ വേഗം വാ. ഇതാണ് എന്റെ മോള്. നല്ലോണം നോയിക്കോ.